അനീഷേട്ടൻ്റെ ദേഹത്ത് കൈ വെച്ചിരിക്കുകയാണ് ആര്യൻ. നമ്മുടെ നൂറയും അനീഷേട്ടനും അതേപോലെ ആര്യനുമാണ് ഫ്രണ്ട് സീറ്റിലിരിക്കുന്നത്. അപ്പം ആദ്യം ആര്യൻ കയറി, പിന്നെ നൂറ കയറി ഇപ്പുറത്തെ സൈഡിൽ കൂടെ, അതായത് ഡ്രൈവിംഗ് സീറ്റിൽ കൂടെ. അപ്പോൾ അനീഷേട്ടനും ഓടിക്കയറി. അങ്ങനെ അവർ 3 പേരുമാണ് ഇരിക്കുന്നത്. അപ്പം എന്തായാലും എല്ലാവരും അങ്ങനെ പുറകിലാണെങ്കിലും എല്ലാവരും അങ്ങനെ ഓടിക്കയറിയാണ് ഇരുന്നത്. അപ്പോൾ ഇരുന്ന സമയത്ത് നൂറ സെൻട്രലായി പോയതുകൊണ്ട് നൂറയ്ക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അപ്പം നൂറ അതിനുവേണ്ടി കംഫർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സ്പേസിന് വേണ്ടി അനീഷേട്ടനോട് ചോദിക്കുമ്പോൾ അനീഷേട്ടൻ ഇങ്ങോട്ട് നീങ്ങിയിരിക്കാൻ പറ്റത്തില്ല, ഓൾറെഡി ആളൊരു സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പം നൂറയും ആര്യനും കൂടെ അതിൻ്റെ പേരിൽ ഒരു ചെറിയ കശപിശ ഒരു വഴക്കുണ്ടായി. കാരണം ആര്യൻ്റെ ദേഹത്തോട്ട് എന്തോ നൂറയുടെ കാലിട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് ആര്യനോട് നൂറ പറഞ്ഞു, ഞാനല്ല, എനിക്ക് അനീഷേട്ടൻ സ്ഥലം തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യത്തിൽ നമ്മുടെ ആര്യൻ അനീഷേട്ടൻ്റെ ദേഹത്ത് കയ്യിലോട്ട് ഒറ്റ അടി കൊടുത്തു. അപ്പോൾ അനീഷേട്ടൻ നല്ലതായിട്ട് ദേഷ്യപ്പെട്ടു. എന്താണ് ആര്യൻ കാണിക്കുന്നത്, എന്തിനാണ് ആര്യൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പം പെട്ടെന്ന് അങ്ങ് നമ്മുടെ ആര്യൻ പെട്ടെന്ന് നൈസായിട്ട് അതങ്ങ് മാറ്റി. കാരണം ആര്യൻ നന്നായിട്ട് അടിച്ചത്, എന്നിട്ട് പെട്ടെന്ന് ഞാനിങ്ങനെ തൊട്ടല്ലേ ഉള്ളൂ എന്ന രീതിയിൽ അങ്ങ് മാറ്റി. അതിനുശേഷം അനീഷേട്ടനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ആര്യൻ അവിടെ ഇരുന്ന് തെള്ളുവാണ്. ആര്യൻ്റെ സ്പേസിൽ നിന്ന് നൂറയും അനീഷേട്ടനെയും കൂടെ തെള്ളുവാണ്. അപ്പം നൂറയും കൂടെ പറഞ്ഞിട്ടാണ് ആ തെള്ളുന്നത്. കാരണം ഒന്നേ അനീഷേട്ടൻ പുറത്തിറങ്ങണം, അല്ലെങ്കിൽ നൂറയ്ക്ക് ഇരിക്കാൻ നല്ലപോലെ സ്ഥലം കൊടുക്കണം. എന്തായാലും ഡ്രൈവിംഗ് സീറ്റ് 2 പേർക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. നടുക്കിരിക്കുന്ന ആൾ എന്തായാലും നല്ല വൃത്തിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ട്രൈ ചെയ്താലും അനീഷേട്ടനെ എങ്ങോട്ട് ഇറങ്ങി പോകാൻ അറിയത്തില്ല. എന്തായാലും നൂറയും ആര്യനും കൂടെ കരുതി കൂട്ടി അനീഷേട്ടനെ തള്ളി പുറത്തിറക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നൂറയ്ക്ക് പ്രോപ്പറായിട്ട് സ്ഥലം കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്തായാലും ആര്യൻ അടിച്ചത് മോശമായി. ഇപ്പോൾ ആര്യൻ ദേഷ്യം വന്നിട്ട് അടിച്ചതാണ്. പക്ഷെ അങ്ങനെ ആര്യൻ അടിക്കാൻ പറ്റത്തില്ല. ആര്യന് അനീഷേട്ടനെ മാത്രമല്ല അനുമോളെയും പലതവണ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഈ പ്രവൃത്തി കണ്ടിട്ട് അനുമോൾ ഒത്തിരി നൂറയോട് ദേഷ്യപ്പെടുന്നുണ്ട്, ആര്യനോടും ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ട സ്ഥലം, ഞങ്ങൾക്ക് ഇരിക്കേണ്ടേ, എനിക്കിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ നൂറയും തിരിച്ചു പറയുന്നുണ്ട്. എന്തായാലും ആര്യൻ കാണിച്ചത് മോശമായി, ഇപ്പോൾ അടിക്കണ്ടായിരുന്നു. പിന്നെ എല്ലാവരെയും പുറത്തിറക്കുക എന്നുള്ളതാണ് ഇവരുടെ ടാസ്ക്. ആ ടാസ്കിനകത്ത് ഇപ്പം വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നിൽ ആർക്കെങ്കിലും സഫോക്കേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അവരിറങ്ങിപ്പോവുക, അല്ലാതെ മര്യാദയ്ക്ക് ഇരിക്കുന്ന ആളെ തള്ളാനൊന്നും പറ്റത്തില്ല. എന്തായാലും ഇവരങ്ങനത്തെ ഇതൊക്കെ കളിക്കുന്നുണ്ട്. അനീഷേട്ടനെ എന്തായാലും നല്ല രീതിക്ക് തള്ളി പുറത്തിറക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി ആരാ ഇറങ്ങുന്നത് എന്താ ഇറങ്ങുന്നതെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.